ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു 10 മിനിറ്റ് ഉണ്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാമല്ലോ. സ്വീറ്റ് എന്ന് പറയുന്ന സമയത്ത് പായസമാണ് കേട്ടോ, നമുക്ക് റെഡിയാക്കി എടുക്കാം, ഈസിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ബസ്മതി റൈസിനാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വയ്ക്കുന്ന ആ ഒരു അരിയിൽ ചെയ്യാൻ പറ്റുമോ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെയ്ക്കും. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരി നന്നായിട്ട് 1 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വിസിൽ വിടുന്ന സമയത്ത് തന്നെ നല്ല വെന്ത് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 2 ഗ്ലാസ് പശുവിൻ്റെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിലിടുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് നല്ല കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ നല്ല കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ നമ്മൾ കുതിർക്കാനിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേവായി വരും കേട്ടോ. ഇപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. നന്നായിട്ട് കുറുകി വരേണ്ട, നമുക്ക് ഒരു തിക്കായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് കാരണം ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്നത് എത്രയാണ് അതിനാവശ്യാനുസരണം പോലെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട് അതിനൊരു തിക്കാവണം. അത് നമ്മൾ നോക്കിയിട്ട് വേണം അതിനാവശ്യാനുസരണം പോലെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു പായസത്തിന് ആവശ്യാനുസരണം പോലെയാണ് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കാക്കി വേണം എന്ന് പറഞ്ഞിട്ട് അതിനാവശ്യാനുസരണം പോലെയാണ് ഞാനെല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യാനുസരണം പോലെ നിങ്ങൾ വെള്ളവും നമ്മളെ ശർക്കരയും അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ശർക്കര പാനിയുടെ വേസ്റ്റുകളെല്ലാം ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നമ്മുടെ റൈസ് ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊരു അട പായസമൊക്കെ കഴിക്കില്ല ആ ഒരു ലെവലിലേക്ക് നമുക്ക് ആക്കി കിട്ടും കേട്ടോ. നന്നായിട്ട് കുഴയില്ല, പക്ഷേ നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ആ ഒരു ഏത് ലെവലിലേക്കാണ് കറക്റ്റായിട്ട് നമ്മൾ വേവിച്ചെടുത്തത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാവും. പിന്നെ അത് അധികം ഒന്നും വെന്തോടെയൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മൾ ഇനി ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി നല്ല തിക്കാവും. അപ്പോൾ അതിലേക്കായിട്ട് വറുത്തിടാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ അടുത്ത് ഏതാ നട്ട്സ് ഉള്ളത് അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ സിമ്പിളാണ്. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി ഒരു പായസം കഴിക്കാൻ തോന്നുന്നവർക്ക്. പെട്ടെന്ന് റൈസ് മാത്രം ഒരു 1 മണിക്കൂർ നമ്മൾ കുതിർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു വിസിൽ വിടുന്ന സമയത്തിന് കറക്റ്റായിട്ട് വെന്ത് വരും കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഒരു 2 വിസിലൊക്കെ വിടേണ്ടി വരും. അത്ര വേറെ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം റെഡി ചെയ്യാനിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.